ആശയത്തിന്റെ പിന്നിലുള്ള കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കുന്നുംഭാഗത്ത് കളിച്ചു വളർന്ന ഒരുപാട് താരങ്ങളെ പ്രതിഭകളുള്ള സ്ഥലമാണ് കായിക മേഖലയ്ക്ക്. ഇപ്പോഴും വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും ഇവിടെ ഒരുപാട് യുവാക്കൾ അവരുടെ കായിക ശേഷിയും കഴിവും പ്രകടിപ്പിക്കുന്ന വേദി കൂടിയാണ്. പക്ഷേ നമുക്കറിയാം, സംസ്ഥാന ഗവൺമെന്റിന്റെ ദീർഘമായ വീക്ഷണമാണ് എല്ലാ പ്രദേശത്തും കളിക്കളങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തെ 9 പഞ്ചായത്തുകളിലും കളിക്കളങ്ങൾ രൂപപ്പെടുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കേരളത്തെ 5ാമത്തെ സ്പോർട്സ് സ്കൂള് ഈ കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം സ്കൂളിലേക്ക് അനുവദിക്കുകയും കഴിഞ്ഞ 3-4 വർഷക്കാലമായി ഞാൻ അതിന്റെ പിന്നാലെ തന്നെയായിരുന്നു. ആവശ്യമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു. 27 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച് വർക്ക് ടെൻഡർ ചെയ്ത് ഒരു വ്യക്തിക്ക് ടെൻഡർ നൽകി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വലിയ താമസമില്ലാതെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔപചാരികമായി നമുക്ക് ഇവിടെയുള്ള കളികൾക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് ഒത്തുചേരാൻ, ഇവിടെ കളിച്ച ആളുകൾ, ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, ഇവിടുത്തെ പുതിയ തലമുറ ഒത്തുചേരാനുള്ള ഇടമെന്ന നിലയാണ് സത്യത്തിൽ ഇത്തരം മാമാങ്കത്തിന് നമ്മൾ 4 ദിവസമായി തുടക്കം കുറിച്ചത്. അതിൻ്റെ ഭാഗമായി ആദ്യത്തെ 3 ദിവസം നടക്കുന്ന ക്രിക്കറ്റ് മാച്ച്, അതിനുശേഷം നമ്മുടെ ഫുട്ബോൾ മാച്ച് ഇതെല്ലാം ഇവിടെ സംഘടിപ്പിക്കുകയാണ് 4 ദിവസമായിട്ട്. അതോടുകൂടി പ്രധാനമായിട്ടും നമ്മളിവിടെ സംഘടിപ്പിക്കുന്ന മറ്റൊരു പരിപാടി ഇവിടുത്തെ പഴയ ഓർമ്മകൾ പങ്കുവെക്കുന്ന കായിക താരങ്ങളെ ഇവിടെ എത്തിക്കുക എന്നുള്ള ഒരു പരിപാടി കൂടി ഇതിൻ്റെ ഭാഗമായി ശനിയാഴ്ച 3 മണിക്ക് നമ്മൾ ആ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മളിവിടെ ഒരു വർണ്ണാഭമായ ഒരു ഫയർ, അതോടുകൂടി ഈ സ്റ്റേഡിയം നമുക്ക് ഔപചാരികമായി വിട്ടുകൊടുക്കേണ്ട സാഹചര്യമുണ്ട്. എങ്കിലും ഒരു കാര്യം ഉറപ്പ് പറയുകയാണ്, ക്രിക്കറ്റ് പ്രേമികളായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കളിക്കാൻ കുറച്ചു കാലത്തേക്ക് ഇടമില്ലാതെ പോകുന്നുള്ള ദുഃഖം തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും. ക്രിക്കറ്റ് കളിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം നമ്മൾ കണ്ടെത്തും. ആ കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ആ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഈ ആവേശം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനായിട്ടുള്ള എല്ലാ നടപടികളും ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം മണിമലയിലെ ടർഫിൻ്റെ പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 1,14 ലക്ഷം രൂപയുടെ ടർഫ് മണിമല സ്റ്റേഡിയം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വാഴൂരിൽ 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള വോളിബോൾ അക്കാദമിക്കയുടെ പ്രവർത്തനങ്ങളെ 50% പൂർത്തീകരിച്ചിരിക്കുകയാണ്. കറുകച്ചാൽ പഞ്ചായത്തിലെ കുറ്റിക്കൽ 1 കോടി രൂപയുടെ പുതിയ ടർഫ് വരികയാണ്. അതോടൊപ്പം തന്നെയാണ് 27 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം. ഈ 4 പഞ്ചായത്തുകൾ കൂടി മാത്രമേ ഉള്ളൂ ഇവിടെ സ്റ്റേഡിയം ഇല്ലാത്ത. അവിടെ ആ 4 പഞ്ചായത്തുകളിലും അടുത്ത 1 വർഷത്തിനുള്ളിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ പുതിയ തലമുറയെ, പ്രത്യേകിച്ച് ലഹരിയെക്കുറിച്ച് ഒരുപാട് പരാതികൾ പറയുമ്പോൾ, ലഹരിക്ക് മറുപടിയായിട്ട് യഥാർത്ഥത്തിൽ ചെയ്യാൻ പോകുന്നത് പുതിയ തലമുറയെ കായിക മേഖലയിലേക്കും സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം നമ്മുടെ ഒരു പദ്ധതിയായി കാഞ്ഞിരപ്പള്ളിയിൽ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കായിക സ്വപ്നങ്ങൾക്ക് ചിറക് വിടർത്തിക്കൊണ്ട് നമ്മൾ ഈ 4 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടിയുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പികൾ. സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഈ കളിക്കളത്തിൽ ഇറങ്ങി വന്ന പ്രിയപ്പെട്ട നിങ്ങളെല്ലാം ഞാൻ വളരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. അവിചാരിതമായി നമ്മളോടൊപ്പം അതിഥി കടന്നു വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട ഷിബു. ഇവിടെ സൂചിപ്പിച്ച പോലെ 126 പേർക്ക് ഈ ഇത്രയും പ്രായത്തിനിടയിൽ രക്തം നൽകി 126 ജീവനെ ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ഒരാളാണ് പ്രിയപ്പെട്ട ഷിബു. ഷിബുവിനെ അവിചാരിതമായി അദ്ദേഹം മറ്റൊരു കാര്യത്തിൽ വലിയ ഉറങ്ങപ്പോഴാണ് ഇവിടെ എത്തിയത്. അദ്ദേഹത്തെ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. പ്രിയപ്പെട്ട സംഘാടകരായിട്ടുള്ള സുമേഷിനെയും അതോടൊപ്പം ആൻറ്റിമാറ്റിനെയും അതോടൊപ്പം തന്നെ സുബിനെയും റമീസിനെയും എല്ലാം ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു. മാധ്യമ സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്. അവർ ഈ വാർത്തകളെല്ലാം യഥാർത്ഥം എത്തിക്കുന്നത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളാണ്. കാഞ്ഞിരപ്പള്ളിയുടെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിലൂടെ അവരിത് ജനങ്ങളിൽ എത്തിച്ചവരാണ്. അവരെ സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുന്നു. നമുക്കെല്ലാം കൂട്ടായി ഇന്ന് അടുത്ത 4 ദിവസം തീർച്ചയായിട്ടും നമ്മുടെ യുവത്വത്തിൻ്റെ ഏറ്റവും വലിയ പോരാട്ട വീര്യം കാണിച്ചുകൊണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഈ നമ്മുടെ ഒരു വലിയ ഓർമ്മയായി ഇത് മാറട്ടെ എന്നുള്ള ഹൃദയപൂർവ്വമായ ആശംസയോടെ ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ ഈ ക്രിക്കറ്റ് മാച്ചിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഒരുപാട് സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.